ഹായ്, ഇന്ന് നമ്മൾ ആവോലി മീൻ കൊണ്ടൊരു മീൻ ബിരിയാണി ഉണ്ടാക്കുന്നത്. ഒരു 3-4 സവോള കനം കുറഞ്ഞ് കട്ട് ചെയ്തെടുത്ത് ഉപ്പിട്ട് കുറച്ച് എണ്ണയും ഒഴിച്ച് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. അത് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും ചേർത്ത് നന്നായി അതൊന്ന് വഴറ്റിയെടുക്കുക. അത് നന്നായി വഴണ്ടി വരുമ്പോഴേക്കും നമുക്കൊരു 2-3 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ചതച്ചതും കൂടി ഇട്ട് അത് ഒരു പച്ച ചുവ മാറുന്നത് വരെ നമുക്ക് അതൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മുടെ മീൻ വറുത്ത് കോരാം. മീൻ സാധാരണ വറുക്കുന്നത് പോലെ മഞ്ഞൾപ്പൊടി, ഉപ്പും മുളക് പൊടിയും ഒരു ചെറുനാരങ്ങയുടെ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് നന്നായി മിക്സ് ചെയ്ത് നേരത്തെ വെച്ചിരുന്നേ അത് നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ച് അതിനകത്ത് നമ്മൾ വറുത്ത് കോരുക. എന്നാൽ വറുത്ത് കോരുന്ന സമയം കൊണ്ട് ഇത് വഴണ്ടി വന്നിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ 2 തക്കാളി ഇട്ട് തക്കാളി നന്നായിട്ട് വഴണ്ടി വരുമ്പോഴേക്കും നമ്മൾ കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്ത് തേങ്ങാപ്പാൽ ചേർത്ത് നമ്മുടെ മസാലയ്ക്ക് ഒരു മയം വരാൻ വേണ്ടിയിട്ടാണ്. അതിനകത്ത് പിന്നെ കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് അതിൻ്റെ പച്ചച്ചുവ മാറുന്നത് വരെ നന്നായി ഒന്ന് ഇളക്കി അത് നന്നായി ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കി നന്നായി ആ പച്ചച്ചുവയൊക്കെ മാറി വരുമ്പോഴേക്കും നമ്മുടെ മല്ലിയില ചേർത്ത് കൊടുക്കുക. മല്ലിയിലയും ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം നമ്മുടെ മീൻ കഷ്ണങ്ങളിൽ അതെല്ലാം മസാലയുടെ മുകളിൽ നന്നായി തട്ടി അതിൻ്റെ മിക്സ് ചെയ്ത് വെക്കാം. നമ്മുടെ ചോറ് ഇവിടെ നേരത്തെ റെഡിയാക്കി വെച്ചിരുന്നത്. ചോറിൻ്റെ വീഡിയോ ഞാൻ പ്രത്യേകമായിട്ട് എടുത്തിട്ടില്ല. ഇതിപ്പോൾ മോൾക്ക് സ്കൂളിൽ പോകേണ്ട സമയമായതുകൊണ്ട് പെട്ടെന്ന് ഞാൻ എടുക്കുന്നതാണ് കേട്ടോ. അപ്പോഴേക്കും കുറച്ച് ചോറിട്ട് അതിൻ്റെ മുകളിൽ ഒരു കഷ്ണം മീനും മസാലപ്പൊടിയും വെച്ച് മസാലയും ഇട്ട് അതിന് ശേഷം ചോറും വെച്ച് നമ്മൾ മോൾക്ക് രാവിലെ സ്കൂളിൽ